പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയതായ ഈ നല്ല പകലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുവിലുള്ള വന്ദനത്തെ പ്രാരംഭമായി അറിയിക്കട്ടെ. കാലം അതിൻ്റെ അന്ത്യത്തോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ലോക സംഭവങ്ങൾ നമ്മെ വിളിച്ചു പറയുമ്പോൾ, വാർത്താമാധ്യമങ്ങൾ കൂടെ, സോഷ്യൽ മീഡിയയിൽ കൂടെ നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ വേദനാജനകം നമ്മുടെ ഹൃദയത്തിൽ ഉളവാക്കുമ്പോൾ, നാം തിരിച്ചറിയുക നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി. നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ രണ്ട് സഹോദരന്മാർ അല്ലെങ്കിൽ സഹോദരിമാർ, വിശ്വാസികൾ തമ്മിൽ കാണുമ്പോൾ അവർ ആദ്യം അഭിസംബോധന ചെയ്യുന്ന ഒരു വാചകമുണ്ടായിരുന്നു: മാറാനാഥ, കർത്താവ് വേഗം വരുന്നു. ഈ കാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ, കാലഘട്ടത്തിൻ്റെ അന്ത്യനാളുകളിൽ നാം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ കർത്താവിനെക്കുറിച്ചുള്ള മടങ്ങിവരവ്, നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചുള്ള പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു ആത്മീക ഗോളത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നശിച്ചു പോകുന്ന ഈ ലോകത്തിലെ മാനത്തിനും പദവിക്കും വേണ്ടി ജനം മത്സരിക്കുമ്പോൾ, മത്സരബുദ്ധിയോടെ സകലത്തെയും നോക്കിക്കാണുമ്പോൾ, ഈ പകലിൽ നമുക്ക് ദൈവത്തെങ്കിലേക്ക് നോക്കുവാനിടയായി തീരട്ടെ. ദൈവമുഖത്തേക്ക് നോക്കി നമ്മുടെ പ്രത്യാശ വർദ്ധിച്ച് കർത്താവിൻ്റെ വരവെങ്കിൽ ഒരുങ്ങുവാൻ ഇന്ന് പകൽ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. നമ്മുടെ കഴിവോ, നമ്മുടെ പ്രാപ്തിയോ, നമ്മുടെ പണത്തിൻ്റെ മേന്മയോ, നമ്മുടെ ആരോഗ്യത്തിൻ്റെ മേന്മയോ ഒന്നുമല്ല. കർത്താവിൻ്റെ കൃപയാണ് ഇന്ന് പകൽ നമ്മെ നിലനിർത്തുന്നത്. ആ കർത്താവിൽ നമുക്ക് ശരണപ്പെടാം, ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഇന്ന് പകൽ ഒരു ദൈവചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു, കർത്താവിൽ ശരണപ്പെടുന്നു. അതിനാധാരമായി അപ്പോസ്തലനാകുന്ന യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു: നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. പ്രിയ ദൈവജനമേ, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന മാനത്തിനും പദവിക്കും പണത്തിനും വേണ്ടിയിട്ട് മത്സരബുദ്ധിയോടെ ഈ ലോകം ആയി പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്തിലെ മാനം ലഭിക്കേണ്ടതിന് മനുഷ്യൻ തമ്മിൽ മത്സരബുദ്ധിയോടെ ഇടപഴകുകയാണ്. എവിടെയും നോക്കിക്കഴിഞ്ഞാൽ സ്നേഹം നമുക്ക് കാണുവാൻ കഴിയുകയില്ല. മത്സരബുദ്ധിയും എന്നെ തന്നെ ഞാൻ വലിയവനെന്ന് കാണിക്കേണ്ടതിന് പ്രയത്നിക്കുന്ന പ്രവർത്തികളുമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ നമ്മുടെ പ്രവർത്തികളെല്ലാം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ടാണോ എന്ന് ഇന്ന് പകലിൽ നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ വചനം പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിനെ ആ ഭാഗത്ത് കാണുവാൻ കഴിയുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ അന്വേഷിച്ചുകൊണ്ട് ഒരു പറ്റം സമൂഹം അവനെ തിരഞ്ഞു വരികയാണ്. അവിടെ തിരഞ്ഞു വരുന്ന സമയത്ത് കർത്താവിനെ മറ്റൊരിടത്ത് വെച്ച് കണ്ടിട്ട്, കഫർന്നഹൂമിൽ വെച്ച് കർത്താവിനെ കണ്ടപ്പോൾ ചോദിക്കുകയാണ്: നാഥ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? കർത്താവ് അവരോട് പറയുന്നൊരു കാര്യം: നിങ്ങൾ അപ്പത്തിനായിട്ടാണ് എന്നെ അന്വേഷിക്കുന്നത്. നിങ്ങൾ കടന്നു വരുന്നത്, എന്നെ അന്വേഷിച്ചത് നിങ്ങൾക്ക് അപ്പം ലഭിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും ദൈവത്തെ ആശ്രയിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു ദൈവം എന്ന രീതിയിലാണോ, അതോ
ദൈവത്തിനു വേണ്ടി ഞാൻ, അതായത് എനിക്ക് വേണ്ടി ദൈവം എന്നാണോ, ദൈവത്തിനു വേണ്ടി ഞാൻ എന്ന രീതിയിലാണോ നാം ദൈവത്തെ ആശ്രയിക്കുന്നത്? ഇവിടെ കൂടി വന്ന ജനമെല്ലാം ഏത് മനോഭാവത്തോടെയാണ് കടന്നു വന്നതെന്ന് കർത്താവിന് തിരിച്ചറിയുവാൻ കഴിഞ്ഞു. നിങ്ങൾ കടന്നു വന്നത് കഴിഞ്ഞ ദിവസം എന്നിൽ നിന്ന് പ്രാപിച്ചതായ അപ്പം തിന്നുവാൻ വേണ്ടിയിട്ടാണ്. ദൈവം പറയുകയാണ്, നിങ്ങൾ ഈ ലോകത്തിലെ നശിച്ചു പോകുന്ന അപ്പത്തിന് വേണ്ടിയിട്ടാവരുത് നിങ്ങൾ കടന്നു വരേണ്ടത്. നിത്യജീവനിലേക്ക് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് വേണം നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം. ഇന്ന് പകൽക്കാലം പ്രിയ എൻ്റെ ശ്രോതാക്കളെ, ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാൻ വേണ്ടിയിട്ടാണ്. തെസ്സലോനിക്കർക്ക് ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനായിട്ടാണ്. ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചു വേർതിരിച്ചത് ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനത്രേ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ പ്രവൃത്തികളെല്ലാം നിത്യജീവനിലേക്ക് നിലനിൽക്കുന്നതായിരിക്കണം. ഈ ലോകത്തിലെ മാനത്തിനും നശിച്ചു പോകുന്ന ഈ ലോകത്തിലെ മാനത്തിനും പദവികൾക്കും വേണ്ടിയിട്ടാവരുത്, മനുഷ്യനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാവരുത് നമ്മുടെ പ്രവൃത്തികളെല്ലാം. നമ്മുടെ പ്രവൃത്തികൾ നിത്യജീവനിലേക്ക് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം. എന്താണ് നിത്യജീവൻ? കർത്താവിന് കൂടെ നിത്യമായി ജീവിക്കുക എന്നുള്ളതാണോ? മരണമില്ലാതെ നിത്യമായി ജീവിക്കുക എന്നുള്ളതാണോ നിത്യജീവൻ? അതോ വിട്ടുപിരിയാനാവാത്തതായ ആ ദൈവവുമായുള്ള സ്നേഹക്കൂട്ടായ്മയിൽ നിത്യതയോളം വസിക്കുന്നതിനെയാണോ? നമ്മൾ മരണമില്ലാതെ നിത്യമായി ജീവിക്കുന്ന അവസ്ഥയല്ല, വിട്ടുപിരിയുവാൻ കഴിയാത്തതായ ദൈവ സ്നേഹത്തിൽ നിത്യതയോളം നിലനിൽക്കുന്നതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്, നിത്യമായി ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രവൃത്തികളെല്ലാം എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? ദൈവവുമായുള്ള സ്നേഹ കൂട്ടായ്മയിൽ നിരന്തരം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാവണം നമ്മുടെ പ്രവൃത്തികൾ. എങ്ങനെയെങ്കിൽ ഈ പകലിൽ നമുക്കൊന്ന് ശോധന ചെയ്യാം. നമ്മുടെ പ്രവൃത്തികളെല്ലാം ദൈവത്തിന് പ്രസാദകരമാകുന്നതാണോ? അവിടെ താഴത്തെ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ചോദിക്കുകയാണ്, കൂടി വന്ന ജനം ചോദിക്കുകയാണ്, നിനക്ക് പ്രസാദകരമായ പ്രവൃത്തി എന്താണ്? ഞങ്ങൾ ഏത് പ്രവൃത്തിയിലാണ് വിശ്വസിക്കേണ്ടത്? പിതാക്കന്മാർ ചെയ്തതുപോലെ അടയാളങ്ങൾ വല്ലതും ചെയ്തിട്ടുണ്ടോ? ദൈവം പറയുകയാണ്, മോശ മുഖാന്തരം നിങ്ങൾക്ക് മരുഭൂമിയിൽ അപ്പവും ഇറച്ചിയും ലഭിച്ചത് മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അത്രേ. ഇന്ന് മനുഷ്യനിലേക്ക് മാത്രം ആശ്രയം പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആത്മീക ഗോളത്തിൽ വ്യക്തികളെ നോക്കി, നയിക്കുന്ന വ്യക്തികളെ നോക്കി മാത്രം ആത്മീകത നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. നാം നോക്കേണ്ടത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുക്രിസ്തുവിനെ നോക്കിയായിരിക്കണം നമ്മുടെ ഓട്ടം. നമ്മുടെ ലക്ഷ്യം തെറ്റിക്കുന്ന കൗലയടയന്മാർ നമ്മുടെ ആത്മീക ഗോളത്തിൽ ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ നാം ഓരോരുത്തരും അതിനെ നന്നായി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രവർത്തികൾ ദൈവത്തിന് പ്രസാദകരമാകുമാറ് നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. ആകയാൽ ഈ പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, എൻ്റെ പ്രവർത്തികൾ നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടിയിട്ടാണ്. ഈ കാലഘട്ടത്ത് നമ്മുടെ ലക്ഷ്യം തെറ്റിക്കുന്ന പ്രവർത്തികൾ, വചനത്തെ കോട്ടിക്കളയുന്ന കൗലയടയന്മാർ സഭയ്ക്കകത്തു നുഴഞ്ഞു കയറി. അവർ അനുഗ്രഹം, വിടുതൽ, രോഗസൗഖ്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കർണരസമാകുമാറ് വചനത്തെ കോട്ടി ദൈവഭക്തിയെ ആദായസൂത്രമായി അവർ ഉപയോഗിക്കുമ്പോൾ നാം തിരിച്ചറിയണം, നമ്മളെ വിളിച്ചത് യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാൻ വേണ്ടിയിട്ടാണ്. ഈ നശിച്ചു പോകുന്ന ലോകത്തിൽ ലക്ഷ്യം തെറ്റിക്കുന്ന ഉപദേശങ്ങളാകട്ടെ, ചിന്തകളാകട്ടെ, അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട്
ബെരോവയിലുള്ള ആളുകളെ പോലെ വചനം അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കുന്ന ഒരു തലമുറ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. നമ്മെ നയിക്കുന്ന വ്യക്തിജീവിതങ്ങളുടെ ആത്മീക ചൂഷണം, ആത്മീക കാഴ്ചപ്പാടുകൾ മങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് പ്രവർത്തിപ്പാൻ സർവകൃപാലുവായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല പകലിനായി സ്തോത്രം. കർത്താവേ, ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല ഞങ്ങളുടെ പ്രവൃത്തികൾ, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളിൽ ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതിന് അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ആത്മാവിൻ്റെ ഫലമുള്ളവരായി, ജഡത്തിൻ്റെ പ്രവൃത്തികളെ ഉരിഞ്ഞുകളയുന്നവരായി, ക്രിസ്തുവിൻ്റെ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം, അവൻ്റെ പ്രത്യക്ഷതയെ പ്രിയം വെച്ച് ജീവിപ്പാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഇന്ന് പകൽക്കാലം നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് നമുക്ക് പ്രവർത്തിക്കാം, നമുക്ക് പോരാടാം. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.